ഒക്കെ കോലാഹലങ്ങളായിരുന്നു. പെൺകുട്ടിക്ക് ഒരു സ്വസ്ഥതയില്ല. ആ സ്ത്രീക്ക് ഇങ്ങനെ പ്രസവിക്കൽ തന്നെ പണി. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒരു സ്വസ്ഥതയില്ല. ഓക്ക് ആരോഗ്യമുണ്ടോ, ആയുസ്സുണ്ടോ, അല്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഓക്കൊന്നും നടക്കാൻ പറ്റുന്നുണ്ടോ, ഓടാൻ പറ്റുന്നുണ്ടോ, ചാടാൻ പറ്റുന്നുണ്ടോ, ഓളെ ആഗ്രഹം തീർക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ അമ്മോ, മുസ്ലിം സ്ത്രീകൾക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കാത്ത കമൻറ്റ് ഒരു വാർത്താ ചാനലൊക്കെ ഇരുന്നിട്ട് ചില ആളുകൾ തെണ്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ആണുങ്ങളെക്കുറിച്ച് ഭയങ്കര മുസ്ലിം ആണുങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടില്ല അങ്ങനെയുള്ളത്? എന്താ വെച്ചാൽ കൂടുതൽ പ്രസവിക്കുന്നത്രേ, കൂടുതൽ പ്രസവിക്കാൻ പ്രോത്സാഹനം നൽകുന്നത് അത്ര ആണുങ്ങൾ. ഈ ആണുങ്ങളാണത്ര ഇതാക്കുന്നത്, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പ്രോത്സാഹനം നൽകിയിട്ട് അവരെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുമ്പോൾ രാത്രി ഒരു സ്വസ്ഥയും സമാധാനം കൊടുക്കാത്ത ഒരു ബെഡ്റൂമിലൊക്കെ എന്തോ ഒരു പ്രയാസപ്പെടുത്തിയിട്ട് അല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങളങ്ങനെ? ചില ചാനൽ ചർച്ചകളൊക്കെ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? എന്നാൽ പുതിയ വാർത്തകൾ കേട്ട് നോക്കൂ. എന്താണ് ഓരോ രാജ്യത്തിലെ ഓരോ ആളുകൾ പറയുന്നത് പോലെ പണ്ടൊക്കെ ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ നോക്ക് നിങ്ങൾ, ഓരോ ആളുകൾ പറയാൻ തുടങ്ങി കുട്ടികൾ വേണ്ടതിൻ്റെ ആവശ്യകത. ഒരു രാജ്യത്ത് കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ തന്നെ പറയാൻ തുടങ്ങി കൂടുതൽ ആളുകൾ പ്രസവിക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യം. ഇനി ഗർഭിണിയാകുമ്പോൾ അങ്ങനെ 30,000 കൊടുക്കുക, 40,000 കൊടുക്കുക, ഓരോ പ്രസവം കൂടുന്നതനുസരിച്ചിട്ട്. എങ്ങനെയുണ്ട്? പണ്ട് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ 3-4 കുട്ടികൾ വേണം പറയുമ്പോൾ 2 നിർത്തിയല്ല പെട്ടുപാട്. നിർത്താൻ ആര് പറഞ്ഞോട്? പോറ്റാൻ കഴിയില്ല. എങ്ങനെ നോറ്റും? ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വിസ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെല്ലോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അങ്ങനെ ചില ആളുകൾ വിചാരിച്ചു പോയത് അങ്ങനെയാണ്. അങ്ങനെയല്ല, റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. നിനക്കും നിൻ്റെ സന്താനങ്ങൾക്കും റിസ്ക്കും ജീവിതങ്ങൾ നിനക്കാരാണോ നൽകിയത്? പണ്ടൊക്കെ ആളുകൾ എത്ര പ്രസവിച്ചിട്ടുണ്ട്, ഇത്ര ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ നോക്കതാ പുതിയ പുതിയ വാർത്തകളൊക്കെ എൻ്റെ കണ്ണ് തുറന്ന് എന്നിട്ട് പറ്റുന്നവരൊക്കെ നോക്കും. ഒന്നും കൂടി 3-4 മക്കളുണ്ടാകട്ടെ, 5-6 മക്കളുണ്ടാകട്ടെ, കൂടുതൽ മക്കളുണ്ടാകട്ടെ കുടുംബത്തിൽ.